Hi friends, welcome to MPIX Media. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ലോഗോസ് നമ്മളുടെ ഇഷ്ടാനുസരണം എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഫ്രീ ആയി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് ദിഹൂദ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ഓപ്ഷൻസ്. ലെഫ്റ്റ് സൈഡ് add text, add symbol, add shapes, business card and upload image something. ടോപ്പിലായി ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഗ്രിഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ 2 ലോഗോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കോഫി ഷോപ്പിൻ്റെ ഒരു ലോഗോ ആണ്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് കാറ്റഗറീസ് ലോഗോയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐക്കൺസ് കാണാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ക്ലിക്ക് ചെയ്തു, കാരണം ഒരു കോഫി ഷോപ്പിൻ്റെ ലോഗോയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ ഈ ഐക്കണും സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് സ്പേസിൽ ഐക്കൺ വരും. അത് നമുക്ക് സ്കെയിൽ ചെയ്ത് റീസൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഏത് ലെയറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ആഡ് ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് കൊടുക്കാനുള്ള സ്പേസ് വരും. അപ്പോൾ നമുക്ക് എന്താണോ നമ്മളുടെ ലോഗോൻ്റെ ടെക്സ്റ്റ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ കോഫി മഗിൻ്റെ ഷേപ്പ് ഞാൻ അത് സി രൂപത്തിലുള്ളത് കൊണ്ട് അതിനെ സി ആയി ഞാൻ ക്രിയേറ്റീവായ വേയിൽ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ടെക്സ്റ്റിൽ നിന്നും സി ഒഴിവാക്കുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം അത് പൊസിഷൻ ചെയ്യുക, ടെക്സ്റ്റ് എവിടെയാണോ വേണ്ടത്. അതിനുശേഷം ടെക്സ്റ്റിൻ്റെ കളറും നിങ്ങൾക്ക് ഇവിടെ പോയി ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തതായി എനിക്ക് കൊടുക്കാനുള്ളത് ഷോപ്പ് എന്നുള്ളൊരു ടെക്സ്റ്റാണ്. അതിനുവേണ്ടി വീണ്ടും ഒരു ആഡ് ടെക്സ്റ്റ് അടിച്ച് ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ ഞാൻ ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് ഏതാണോ വേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്തു, അത് പൊസിഷൻ ചെയ്ത് സ്കെയിൽ ചെയ്ത് വെച്ചു. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച കോഫി ഷോപ്പിൻ്റെ ലോഗോ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കോഫി ഷോപ്പോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എനി അതർ സ്റ്റാർട്ടപ്പ് ഏതിൻ്റെയാണോ ലോഗോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്യുക. അതിൻ്റെ ടെക്സ്റ്റ് കൊടുത്ത് ലോഗോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു ടീഷർട്ടിലോ അല്ലെങ്കിൽ ഒരു മഗ്ഗിലോ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു റെഫറൻസ് പ്രിവ്യൂ ആണ്. അത് കഴിഞ്ഞ ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിക്കാനുള്ളൊരു ടാബ് കിട്ടും. അവിടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ച് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലോഗോസ് സെൻഡ് ചെയ്യും. ഇമെയിലിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരു റയർ ഫയലായിട്ടാണ് അയക്കുക. ആ റയർ ഫയൽ എക്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് EPS ഫയൽ, PNG, JPEG എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങളുടെ ലോഗോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കോഫി ഷോപ്പിൻ്റെ ലോഗോ. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ലോഗോ ബട്ടൺസ് എന്നുള്ളൊരു ബൊട്ടിക്കിൻ്റെ ലോഗോയാണ്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത ശേഷം അതിൽ നെയിം ചെയ്യുക, ബട്ടൺസ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഏത് ഫോണ്ടാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഈ ഫോണ്ടാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. കളേഴ്സൊക്കെ പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതിനുശേഷം ഒരു ആഡ് ഷേപ്പിൽ പോയി ഒരു ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്തു. അതിന് പൊസിഷൻ ചെയ്തു, സ്കെയിൽ ചെയ്തു. ഒരു ലൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ രൂപത്തിലൊരു ഷേപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഇപ്പോൾ ഇനി അതിനെ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം വീണ്ടും അത് പൊസിഷൻ ചെയ്ത് റീസൈസ് ചെയ്തു. അതിനുശേഷം ഇതിനൊരു ക്യാപ്ഷൻ കൊടുക്കണം. അതിനുവേണ്ടി വീണ്ടും ഒരു ആഡ് ടെക്സ്റ്റ് അടിച്ച് ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ എന്താണോ ക്യാപ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തു, വൈറ്റ് കളർ ചെയ്തു. എന്നിട്ട് ഈ ബ്ലാക്ക് ഷേപ്പിൻ്റെ മുകളിലായി നമ്മുടെ ക്യാപ്ഷൻ കൊണ്ടുവച്ചു. അതിൻ്റെ ഫോണ്ട് ഏതാണോ വേണ്ടത് ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഷേപ്പിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യും.
ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാം. ഇതിനുശേഷം അതിലേക്കൊരു സിമ്പിൾ വെക്കണം. അതിനുവേണ്ടി ഞാൻ ഫാഷൻ കാറ്റഗറീസ് പോയി ബട്ടൻ്റെ ഒരു സിമ്പിൾ സെലക്ട് ചെയ്തു. ബട്ടൺ ടെക്സ്റ്റിലെ ഓ പകരമായി ബട്ടൺ സിമ്പിളാണ് ഞാനിവിടെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് പൊസിഷനിൽ കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്യുക. അതിനുശേഷം ഈ സിമ്പിളിൻ്റെ കളേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ ലെയർ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഏത് കളറാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ബട്ടൺ എന്നുള്ള ടെക്സ്റ്റിൻ്റെയും കളർ ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ബട്ടൺ ലോഗോ ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ഇത് നമുക്ക് പ്രിവ്യൂ ചെയ്യാം. അതിനുശേഷം സേവ് ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമെയിലിലേക്ക് ലോഗോ ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ ബട്ടൺസ് ലോഗോ. ഇതിൽ നമുക്ക് EPS ഫയൽ എന്നുള്ളത് നമുക്ക് വെക്ടർ ഫയലാണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇല്ലുസ്ട്രേറ്ററിലോ അല്ലെങ്കിൽ കോറൽ ഡ്രോയിലോ ഓപ്പൺ ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്ത് കളർ ചെയ്യാം. അല്ലെങ്കിൽ ഷേപ്പിൽ ചേഞ്ചസ് വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതേപോലെ PNG ഫയൽ എന്നുള്ളത് അതൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ലോഗോ ഫോർമാറ്റാണ്. അപ്പോൾ നമുക്ക് വേറെ വല്ല ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായി വെക്കണമെങ്കിൽ PNG ഫയൽ യൂസ് ചെയ്യാം. JPG എന്നുള്ളത് നോർമൽ ഇമേജ് ഫോർമാറ്റാണ്. അങ്ങനെ നമുക്ക് ഏത് ലോഗോയാണോ വേണ്ടത് അത് വളരെ എളുപ്പത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു വീഡിയോസുമായി ഉടനെ നിങ്ങളിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ.